കൊല്ലം TKM കോളേജിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം. ഹോസ്റ്റലിൽ നിന്ന് മോശം ഭക്ഷണം നൽകിയെന്നാണ് വിദ്യാർത്ഥികളുടെ ആരോപണം. 2 ആഴ്ച മുൻപ് ഭക്ഷണം കഴിച്ച 3 പേർ ആശുപത്രിയിലായെന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ദിലീപ് ദേവസ്യ നമുക്കൊപ്പം. ദിലീപ് ദേവസ്യ, വിദ്യാർത്ഥികൾക്ക് സ്ഥിരമായി മോശം ഭക്ഷണം നൽകുകയാണോ അവിടെ? ഈ ഭക്ഷ്യവിഷബാധയാണോ ഈ കുട്ടികൾക്കുണ്ടായത്? തീർച്ചയായും സുജിയ, കഴിഞ്ഞ 3 മാസമായി കുട്ടികൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ നിന്നാണ് പുഴുവരിച്ച ഭക്ഷണം നൽകുന്നു. അത് കഴിച്ചിട്ട് കുട്ടികൾക്ക് അസുഖമുണ്ടാകുന്നു. ഇത് നിരവധി തവണ മാനേജ്മെൻറ്റിൻ്റെ അടുത്തടക്കം അധ്യാപകരുടെ അടുത്തടക്കം പരാതി നൽകിയിട്ടും അതിന് കൃത്യമായ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ കൊല്ലം കരിക്കോടുള്ള TKM കോളേജിലെ 4000-ഓളം വിദ്യാർത്ഥികൾ ഈ തെരുവിലിറങ്ങി സമരം നടത്തുന്നത്. ഈ 4000 വിദ്യാർത്ഥികൾക്കായിട്ട് ഇവിടെയുള്ളത് 4 ഹോസ്റ്റലുകൾ, അതോടനുബന്ധിച്ച് ഒരു കോമൺ കിച്ചണാണുള്ളത്. ഈ കിച്ചണിൽ കോമണായി നിൽക്കുന്ന കിച്ചണിൽ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഇവർക്ക് പുഴുവിനെ അടക്കം ലഭിച്ചു എന്നുള്ള പരാതി ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കുട്ടി ICUവിലടക്കം ആയി എന്നാണ് ഈ കുട്ടികളടക്കം പറയുന്നത്. നമുക്ക് വിദ്യാർത്ഥികളോട് തന്നെ ചോദിക്കാം. മറ്റൊരു കാര്യം കൂടെ, ഹോസ്റ്റലിൻ്റെ ഫീസ് ഒരു മാസം 7000 രൂപയാണ്. താമസത്തിനും ഭക്ഷണത്തിനും കൂടെ ഇവിടെ നിന്ന് ഈടാക്കുന്നത് 7000 രൂപയാണ്. ഈ 7000 രൂപ നൽകിയതിന് ശേഷമാണ് ഇവർക്ക് പുഴുവരിച്ച ഭക്ഷണമടക്കം നൽകുന്നു എന്നുള്ള പരാതി നിൽക്കുന്നത്. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക്? അതെ, ഇങ്ങനെ തന്നെയാണ്. ഭക്ഷണം എങ്ങനെ നല്ല രീതിയിൽ വൃത്തിയായിട്ടൊന്നല്ല തന്നെ. എപ്പോഴും പുഴുവിന് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വേസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എപ്പോഴും കിട്ടാറുണ്ട്. ഇപ്പം എനിക്ക് തന്നെ അതിൽ 2-3 തവണ ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഫുഡ് പോയ്സണൊക്കെ അടിച്ചിട്ടുണ്ട്. ഒരുപാട് കുട്ടികൾക്ക് ഈ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എത്ര സ്ട്രൈക്ക് നടത്തിയാലും ഇവർ അതിനൊന്നും ഒരു നടപടി എടുക്കത്തില്ല. കുട്ടികൾ ആശുപത്രിയിലായതിനു ശേഷമാണ് നിങ്ങൾ സമരമായിട്ട് മുന്നോട്ട് ഇറങ്ങാൻ തീരുമാനിച്ചത്? അല്ല, നമ്മൾ ഇത് കിട്ടുമ്പോഴും നമ്മൾ സമരത്തിൽ ഇറങ്ങും. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഇതേപോലെ സ്ട്രൈക്ക് നടത്തി, ഒരു കുട്ടി ICUവിലായിട്ടും. എന്നിട്ടും ഒരു നടപടി എടുക്കത്തില്ല. ഇവർ ശരിയാക്കാമെന്ന് മാത്രം പറയുള്ളൂ. പക്ഷേ ഇതുവരെ പ്രശ്നങ്ങളൊന്നും മാറ്റം ഉണ്ടായി. ആമ്പിള്ളേർ ഹോസ്റ്റലിൽ എന്താ അവസ്ഥ? ആമ്പിള്ളേർ ഇപ്പം പേഴ്സണലി പറയുകയാണെങ്കിൽ എൻ്റെ തന്നെ ഒരു കൂട്ടുകാരനും ഓനിക്ക് കളി ഉണ്ടായിട്ട് പോലും സെയിം അവസ്ഥ, ഫുഡ് പോയ്സൺ അടിച്ച് ഒരു മാച്ച് കളിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. നിങ്ങളിത് പരാതി നൽകിയിരുന്നു അധ്യാപകരുടെ അടുത്ത്? പരാതി മുമ്പും പല പ്രാവശ്യമായിട്ട് നൽകിയിട്ട് നടപടിയൊന്നും സ്വീകരിക്കുന്നില്ല എന്നൊരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ ഇവിടെ ഇവർ കഞ്ഞി വെച്ച് സമരം ചെയ്യുകയാണ്. നിങ്ങൾ ഈ കാര്യവുമായി അധ്യാപകരുടെ അടുത്ത് പരാതി നൽകിയിട്ട് എന്താണ് അവരുടെ ഭാഗത്ത്? ഈ വാർഡിന് അടുത്ത് പരാതി പറഞ്ഞിരുന്നോ? ഞങ്ങൾ പറഞ്ഞിരുന്നു. ഞങ്ങളിപ്പോൾ രാവിലെ സ്ട്രൈക്ക് ആയിരുന്നു. ആരും ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും കേൾക്കുന്നില്ല. അതിന് പിരിഞ്ഞു പോവാണ്. പ്രിൻസിപ്പാൾ ഉണ്ടായിരുന്നു, ആൾ വന്നില്ല. ആൾ പെട്ടെന്ന് എല്ലാവരും സംസാരിച്ച് പോയി. പിന്നെ വാർഡിന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇത് കുറച്ച് ദിവസങ്ങളായത്, ഇന്നൊന്നിൽ തുടങ്ങിയല്ല. ഞങ്ങൾ ഈ അവസ്ഥയിലേക്ക് ഞങ്ങൾ എത്തിയ കാരണം അധികാരികൾ തന്നെയാണ്. നിങ്ങൾ ഈ സമരം നടത്തുന്നതിന് മുൻപ് ഞങ്ങളിങ്ങനെ സമരത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ള കാര്യം പ്രിൻസിപ്പലിനെ അറിയിച്ചിരുന്നോ? പലതവണ ഞങ്ങൾ പലതവണ ഇതേ കാര്യം ഉന്നയിച്ച് സമരങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്, സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ അധികാരികളിൽ നിന്ന് ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. ഉണ്ടാവും. നിങ്ങളുടെ ആവശ്യം ഇപ്പോഴെന്താണ്? ഫുഡിൻ്റെ ഹൈജീൻ, ഫുഡിൻ്റെ ക്വാളിറ്റി, ഫുഡിൻ്റെ ഹൈജീൻ, അതേപോലെ ഫുഡിൻ്റെ നിലവാരം വളരെ മോശമാണ്. കുട്ടികൾക്ക് നിലവാരമുള്ള ഭക്ഷണം നൽകണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. അതും ന്യായമായ ആവശ്യമാണ് സുജയ. കാരണം 7000 രൂപ ഹോസ്റ്റൽ ഫീസ് നൽകുന്ന ഒരു കുട്ടിക്ക് നല്ല ഭക്ഷണം വേണമെന്നുള്ളത് അവരുടെ ആവശ്യം തന്നെയാണ്. ഇപ്പോൾ കുട്ടികൾ കോളേജിൻ്റെ പ്രധാന കവാടത്തിന് മുൻപിൽ കഞ്ഞി വെച്ച് സമരം ചെയ്യുകയാണ്. 4000-ഓളം വിദ്യാർത്ഥികളാണ്. അതെ, അവർ അരിയിട്ട് കഴിഞ്ഞു. ദിലീപ്, ഈ കഞ്ഞി വെച്ചുള്ള സമരം അത് കണ്ടിട്ട് അധികൃതർക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതികരണമുണ്ടോ? ഭക്ഷണം നന്നാക്കാൻ വേണ്ടിയാണല്ലോ ഈ സമരം. സുജിയ, നമ്മൾക്ക് ഈ അധികൃതരുമായി സംസാരിക്കാൻ പറ്റില്ല. ഇക്കാര്യം ചോദിച്ചപ്പോൾ അധ്യാപകർ പറയുന്നത് കുട്ടികൾക്ക് ഭക്ഷണത്തിൽ പുഴുവിനെ കിട്ടിയെന്ന് അവർ പറയുന്നു എന്നാണ്. പക്ഷേ കുട്ടികളടക്കം ഈ കഞ്ഞിയിൽ പുഴു കണ്ടതിന്, ഭക്ഷണത്തിൽ പുഴു കണ്ടതിൻ്റെ അടക്കം ദൃശ്യങ്ങൾ സഹിതം പിറ്റേന്ന് രാവിലെ വരുന്ന അധ്യാപകർക്ക് മുൻപിൽ കാണിച്ചിരുന്നു. കേടായ ചിക്കൻ അടക്കം പുഴു അരിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ ഒരു വിദ്യാർത്ഥി എന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പുഴു അരിക്കുന്ന ദൃശ്യങ്ങളടക്കം എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഉള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞു. ഈ സാധനങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് അധ്യാപകർക്ക് മുന്നിൽ കാണിച്ചിരുന്നു. അങ്ങനെ എന്താ ഈ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ അധ്യാപകർ ഇത് അറിയത്തില്ല, ഈ ദൃശ്യങ്ങൾ കാണിച്ചപ്പോൾ എന്തോ പറഞ്ഞു. അപ്പം ഇതടക്കം കാണിച്ചിട്ട് എന്താ പറഞ്ഞേ? ഇവിടുത്തെ സാറിനോട് നമ്മൾ സൂചിപ്പിച്ച സാറ് പറഞ്ഞത് നിങ്ങൾക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇറങ്ങി പോയിക്കോന്ന് തന്നെയാണ് മുഖത്ത് നോക്കി പറഞ്ഞത് നമ്മുടെ അടുത്ത്. അത് ഗേൾസ് ഹോസ്റ്റലാണെങ്കിലും പുള്ളി പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ കാണാൻ പോയപ്പോഴും നിങ്ങൾക്ക് നമ്മൾ ഫുഡ് മാറ്റൂല ഏതാനും പിള്ളേർക്ക് വേണ്ടി, ഇത് കുറച്ച് പിള്ളേർക്ക് വേണ്ടി മാത്രം വരുന്ന സംഭവമാണ്. നിങ്ങൾ ഏതാണ് ഹോസ്റ്റൽ അല്ലാത്തവരെ കുറ്റം പറയാം. നമ്മൾ ഇതിൻ്റെ പേരിൽ ഇറങ്ങി പോയിക്കോളാൻ തന്നെയാണ് ആൾ പറയുന്നത്.
ഇത് കേരളത്തിൽ പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളില്ലേ? കേരളത്തിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്നവരുണ്ട്. പുതിയ പല സ്ഥലങ്ങളിൽ നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഈ ദുരനുഭവം ഉണ്ടായിരിക്കുന്നത്. അവർ ആവശ്യത്തിനുള്ള ഭക്ഷണം ചോദിക്കുമ്പോൾ പോലും ലഭിക്കുന്നത് ഇത്തരത്തിലുള്ള പുഴുവരിക്കുന്ന ഭക്ഷണമാണ്. ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഒരു ഇപ്പോൾ ആശുപത്രിയിലായ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയുണ്ട്? അവർ 2 ആഴ്ച മുൻപ് ഈ പുഴുവരിച്ച ഭക്ഷണം കഴിച്ചത്. ഡിസ്ചാർജ് ആയോ? ആശുപത്രിയിലായ ഒരു കുട്ടി ICUവിൽ ചികിത്സയിലായിരുന്നു എന്നാണ് പറയുന്നത്. ആ കുട്ടിയുടെ കാര്യങ്ങളടക്കം ഇപ്പോൾ നമുക്ക് ഇവിടുത്തെ ആളുകളോട് ചോദിക്കാം. മോനെ, ഈ ICUവിലായ കുട്ടീൻ്റെ അവസ്ഥ എന്താ? ആശുപത്രിയിലായ കുട്ടിയുടെ അവസ്ഥ? 2 പേര് ഇപ്പോൾ ഹോസ്പിറ്റലിലുണ്ട്. 8 പേര് ICU ഡിസ്ചാർജ് ആയിരിക്കുന്നു. കഴിഞ്ഞ വ്യാഴവും വെള്ളിയുമായിട്ടാണ് ഡിസ്ചാർജ് ആയത്. ആരെയായിരുന്നു ICUവിൽ? ഫസ്റ്റ് ഇയറിലെ കുട്ടികളുണ്ടായത്. എൻ്റെ ക്ലാസ്സിലെ കുട്ടിയാണ്. ഫസ്റ്റ് ഇയറിലെ ഒരു കുട്ടി ICUവിലായിരുന്നു. ബാക്കി 8 കുട്ടികൾ ഡിസ്ചാർജായി. 3 പേർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണെന്നാണ് ഈ വിദ്യാർത്ഥികളടക്കം പറഞ്ഞത്. എന്തായാലും കുട്ടികൾ പ്രതിഷേധവുമായി ഇപ്പോൾ ഈ കോളേജിന് മുൻപിൽ ഇറങ്ങിയിരിക്കുകയാണ്. 4000 വരുന്ന കുട്ടികളാണ് ഈ കോളേജിന് മുന്നിൽ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. 4 ഹോസ്റ്റലുകളിൽ നിന്നായി ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ അത് വൃത്തിയില്ലാത്ത ഭക്ഷണം നൽകിയെന്നാണ് കുട്ടികൾ ആരോപിക്കുന്നത്. ഇവർക്ക് വൃത്തിയുള്ള ഭക്ഷണം നൽകണമെന്ന ന്യായമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഈ കുട്ടികളടക്കം ഇപ്പോൾ ഈ കോളേജിൻ്റെ പ്രധാന കവാടത്തിന് മുൻപിൽ കഞ്ഞി വെച്ച് സമരം ചെയ്ത്. ഇത് കണ്ട് അധ്യാപകർ എന്ത് നടപടി എടുക്കുമെന്നുള്ളതാണ് ഇനി നോക്കിക്കാണേണ്ടത്. എന്തായാലും കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ കോളേജിന് മുൻപിൽ ഇറങ്ങി സമരം കൊല്ലം TKM കോളേജിലാണ് കഞ്ഞിവെച്ച് സമരം നടക്കുന്നത്. തത്സമയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് ദിലീപ് ദേവസ്യ പങ്കുവച്ചത്.